കെ കരുണാകരന്റെ മകളും KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ പത്മജ വേണുഗോപാൽ BJPയിലേക്ക്. ദില്ലിയിലെ BJP ആസ്ഥാനത്തെത്തി പത്മജ അംഗത്വം സ്വീകരിക്കും. തന്നെ BJPയാക്കിയത് കോൺഗ്രസ് തന്നെയാണെന്നും കടുത്ത അവഗണനയാണ് പാർട്ടിയിൽ നിന്നും ഉണ്ടായതെന്നും പത്മജ വേണുഗോപാൽ കൈരളി ന്യൂസിനോട് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെയാണ് കോൺഗ്രസിന് വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശനം. ദില്ലിയിലെ BJP ആസ്ഥാനത്തെത്തി പത്മജ വേണുഗോപാൽ ഉടൻ അംഗത്വം സ്വീകരിക്കും. കഴിഞ്ഞ ദിവസം BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുമായി പത്മജ വേണുഗോപാൽ ചർച്ചകൾ നടത്തിയിരുന്നു. രാജ്യസഭാ സീറ്റടക്കമുള്ള പദവികൾ പത്മജയ്ക്ക് BJP വാഗ്ദാനം ചെയ്തുവെന്നാണ് റിപ്പോർട്ട്. തന്നെ BJPയാക്കിയത് കോൺഗ്രസ് ആണെന്നും കഴിഞ്ഞ 3 വർഷമായി കടുത്ത അവഗണനയാണ് പാർട്ടിയിൽ നിന്നും നേരിട്ടതെന്നും പത്മജ കൈരളി ന്യൂസിനോട് പ്രതികരിച്ചു. അതെ, അവര് പറയുന്നുണ്ടല്ലോ, എല്ലാം എനിക്ക് തന്നു എന്ന് പറയുന്നുണ്ട്. മറ്റേ എന്താ പറയാ, എനിക്കറിയാം, ഞാൻ കഴിഞ്ഞ ഇലക്ഷന് തോറ്റപ്പോ തന്നെ എനിക്കറിയായിരുന്നു എന്നെ ആരാ തോൽപ്പിച്ചെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പാർട്ടിയിൽ മനസ്സും അടുത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു സത്യം പറഞ്ഞ. അപ്പം താല്പര്യങ്ങൾക്കും സ്വന്തം വിജയത്തിനും വേണ്ടി ഒരു അസുഖം വന്ന സഹോദരിയോട് ഈ വർത്താനം ഒരു സഹോദരൻ പറയരുത്, അത് ശരിയല്ല. എന്റെ ആത്മാവ് പൊറുക്കാത്ത തെറ്റുകൾ ചെയ്തത് അച്ഛൻ ജീവിച്ചിരിക്കുമ്പോ എന്താ പറയാ, അച്ഛനെ വിഷമിച്ച ആൾക്കാര് ഇപ്പൊ അച്ഛന്റെ ആത്മാവിനെ പറഞ്ഞിട്ട് എന്താ കാര്യം? KC വേണുഗോപാൽ അടക്കം കോൺഗ്രസ് നേതാക്കൾ പത്മജയുമായി അനുനയ നീക്ക ശ്രമങ്ങൾ നടത്തിയിരുന്നു. ദില്ലിയിലെ AICC ആസ്ഥാനത്ത് കൂടിക്കാഴ്ചയ്ക്ക് സമയം നൽകിയെങ്കിലും പത്മജ എത്തിയില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ പരാജയത്തിന് കാരണം കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം തന്നെയാണെന്ന് പത്മജ ആരോപണം ഉന്നയിക്കുകയും പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇതിൽ നടപടി സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, പത്മജയ്ക്കെതിരെ പ്രവർത്തിച്ചവർക്ക് സ്ഥാനമാനങ്ങൾ നൽകിയതും പാർട്ടിയിൽ നിന്ന് അകറ്റി. കെ കരുണാകരന് വേണ്ടി സ്മാരകം നിർമ്മിക്കുന്നതിൽ KPCC അലംഭാവം കാട്ടിയതും പാർട്ടി വിടാൻ കാരണമായി എന്നാണ് പത്മജ വ്യക്തമാക്കുന്നത്. AK ആന്റണിയുടെ മകന് പിന്നാലെ കെ കരുണാകരന്റെ മകളും BJPയിലേക്ക് ചേക്കേറുകയാണ്. സ്ഥാനമാനങ്ങൾ കണ്ട് മറുകണ്ഠം ചാടിയെന്ന് കോൺഗ്രസ് പറയുമ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശനം വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ദില്ലിയിലെ BJP ആസ്ഥാനത്തു നിന്നും സിബി ജോസഫ്, കൈരളി ന്യൂസ്.